ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റാണീസ് കിച്ചൺ. ഇന്ന് നമുക്ക് ചോറും അരിപ്പൊടിയും ചേർത്തിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഒരു മുറുക്കുണ്ടാക്കാം. ഈ മുറുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. മുറുക്ക് തയ്യാറാക്കാനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിൽ 1/2 ഗ്ലാസ് അരിപ്പൊടി ഇട്ടു. അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ പുട്ടിനും ഇടിയപ്പത്തിനും ഒക്കെ വറുത്ത് വെച്ചിട്ടുള്ള മാവ്. അതിൻ്റെ കൂടെ 1/2 ഗ്ലാസ് ചോറ് ചേർക്കാം. ചോറും അരിപ്പൊടിയും ഒരേ അളവിലെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇനി ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് അടിച്ചെടുക്കാം. ഞാനിതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അര ടീസ്പൂൺ ജീരകം ചേർക്കാം. 1/2 ടീസ്പൂൺ കറുത്ത എള്ള് ചേർക്കാം. 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർക്കണം. ഏത് ഓയിലായാലും കുഴപ്പമില്ല, സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ബട്ടർ ആയാലും കുഴപ്പമില്ല. ഞാൻ 2 ടീസ്പൂൺ ഓയിൽ ചേർക്കാം. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കണം. ഞാനിത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കുകയാണ്. നല്ല വെന്ത് കുഴഞ്ഞ ചോറാണെങ്കിൽ മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ തന്നെ നല്ല കുഴഞ്ഞ് വരും. ഞാനെടുത്ത ചോറ് അത്ര വെന്ത ചോറല്ല, അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ച് കുഴക്കേണ്ടി വരുന്നത്. കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് കട്ടിയായിട്ട് കുഴച്ചെടുക്കരുത്, എന്നാൽ ലൂസായി പോവുകയും ചെയ്യരുത്. ഇനി മുറുക്കുണ്ടാക്കാനുള്ള അച്ചെടുക്കാം. സേവാനാഴിയിലേക്ക് മുറുക്കിട്ട് മാവ് നിറയ്ക്കാം. ഇപ്പോൾ ഒരു പ്രാവശ്യം നിറയ്ക്കാനുള്ള മാവേ ഉള്ളൂ. അത് മുഴുവനും ഒരുമിച്ച് തന്നെ നിറയ്ക്കാം. ഇനി മുറുക്ക് ചുറ്റിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു ബട്ടർ പേപ്പർ കീറി എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റോ ഒന്നുമില്ലെങ്കിൽ വാഴയിലായാലും കുഴപ്പമില്ല. ഏതെങ്കിലും ഒന്നെടുത്ത് അതിലേക്ക് മുറുക്ക് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കാം. മുറുക്ക് 3-4 എണ്ണം ചുറ്റി വെച്ച ശേഷം മുറുക്കുണ്ടാക്കണം. മുറുക്ക് ചുറ്റുമ്പോൾ ആദ്യമൊക്കെ അല്പം പാടായിരിക്കും, നല്ല ഷേപ്പൊന്നും കിട്ടില്ല. 3-4 എണ്ണം ചുറ്റുമ്പോഴേക്കും പിന്നെ നല്ല ഷേപ്പിൽ ചുറ്റിയെടുക്കാൻ പറ്റും. എത്ര വലിപ്പമുള്ള മുറുക്കാണോ അങ്ങനെ അത്രയും വലിപ്പത്തിൽ മുറുക്ക് ചുറ്റിയെടുക്കാം. അവസാനം വരുന്ന ഭാഗം ഒന്ന് വിരലുണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുക്കണം. അതുപോലെ 2-3 എണ്ണം ചുറ്റിയെടുക്കാം. ഇങ്ങനെ ചുറ്റുമ്പോൾ മാവ് വെള്ളം കുറവാണെങ്കിൽ ഇങ്ങനെ ചുറ്റുമ്പോൾ മാവ് വിട്ടുപോകും. മാവ് മുറുക്ക് നല്ല ഷേപ്പിൽ ചുറ്റിയെടുക്കാനായിട്ട് പറ്റില്ല, മാവ് വിട്ടുപോകും. അതുകൊണ്ട് വെള്ളം കുറവാണെങ്കിൽ മാവെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ച ശേഷം വീണ്ടും ഉണ്ടാക്കണം. ഇതിപ്പോൾ മാവ് വെള്ളം കറക്റ്റാണ്. ഇനി മുറുക്കുണ്ടാക്കാനായിട്ട് ഞാനൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം മുറുക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മുറുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു സൈഡിൽ നിന്ന് നിറം മാറുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കണം. രണ്ട് സൈഡ് നിറം മാറിയ ശേഷം കോരി മാറ്റാം. റെഡിയാക്കി എടുക്കാം.
പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായിട്ട് ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണം. മുറുക്കെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്കാണിത്. ഇനി ഒടിക്കുമ്പോൾ തന്നെ സൗണ്ട് കേൾക്കാം. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.